നമ്മൾ പ്രാർത്ഥിച്ച് വരുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയുടെ കൺട്രോൾ പോകും. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ലല്ലബിസ് പറയാൻ തുടങ്ങും. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയ്ക്ക് പരിചയമില്ലാത്ത റിഥമാറ്റിക്, ചിലപ്പോൾ നോൺ റിഥമാറ്റിക് ആയിട്ടുള്ള സ്വരങ്ങൾ പുറപ്പെടുവിക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയണത്, അതിന് അടുത്ത് പൗലോസപ്പോസ്തലൻ പറയും, അങ്ങനെ ഒരു ആർക്കെങ്കിലും ഗിഫ്റ്റ് ഓഫ് ടങ് കിട്ടിയാൽ അത് ജനങ്ങൾക്ക് കർത്താവ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളിനത് വ്യാഖ്യാനിക്കാനുള്ള വരവുണ്ടാവും. അപ്പോൾ അയാളത് പറയണം. വ്യാഖ്യാനിക്കാൻ വരമില്ല ഉള്ള ആരും ആ കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിൽ ഭാഷാപരക്കാരൻ നാവടക്കിയിരിക്കുകയാണ് നല്ലതെന്ന് പറയും. അല്ല, പൗലോസപ്പോസ്തലൻ്റെ കൊരിന്ത്യസ് ലേഖനത്തിലുള്ളതാണ്. അവൻ്റെ ഗിഫ്റ്റ് ഓഫ് ദി ടങ് പോലെ തന്നെയാണ് അത് നമുക്ക് വിശ്വാസപരം, ഫെയ്ത്ത് ഗിഫ്റ്റായിട്ട് കിട്ടും. നമ്മൾക്ക് ഫെയ്ത്ത് മെക്കാനിക്കലായിട്ട് കിട്ടുന്നുണ്ട്. ഫെയ്ത്ത് 2-3 തരത്തിലാണ് നമുക്ക് ഫെയ്ത്ത് വരണത്. വിശ്വാസം കേൾവിയിൽ നിന്ന് വരും, അല്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്ന് വരും. അതൊരു വരവാണ്. വിശ്വാസം എങ്ങനെ വരുന്നു, നമ്മളിലേക്ക് എങ്ങനെ വരണത്? വിശ്വാസം നമ്മളിലേക്ക് എങ്ങനെ വരണത്? ഒന്നെങ്ങനെ വരണത്? വിശ്വാസം കേൾവിയിൽ നിന്ന്. പിന്നെന്താണ്? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന്, അല്ലെങ്കിൽ പ്രസംഗത്തിൽ നിന്ന് ആണ് വിശ്വാസം വരണത്. ഇനി വിശ്വാസം ഗിഫ്റ്റായിട്ട് വരും. കാര്യം ഇതൊരു പ്രാഥമിക, ഇപ്പം നമ്മൾ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കണ പോലെ തന്നെയാണ് വിശ്വാസം. കേൾവിയിൽ നിന്ന്, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന്, ഇങ്ങനെ ബൈബിൾ വായിക്കുകയും ബൈബിൾ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നമുക്കൊരു വിശ്വാസം നമ്മൾ രൂപപ്പെട്ട് പതുക്കെ വരും. ഭയങ്കര സ്ലോ പ്രോസസ്സാണ് വിശ്വാസം. കേൾവിയിൽ നിന്ന് വരുന്നത് സ്ലോ പ്രോസസ്സാണ്. പക്ഷേ ഉള്ളത് ഉരുക്കായിട്ട് നല്ല ബലമായിട്ടിരിക്കും. അതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രശ്നം. അതായത് വിശ്വാസം കേൾവിയിൽ നിന്ന് വരണത്. ഇനി ഈ വിശ്വാസം തന്നെ ഗിഫ്റ്റായിട്ട് കിട്ടും. ഗിഫ്റ്റായിട്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്നു. വിശ്വാസത്തിന് വലിയ ഗ്രോത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് ഭയങ്കരമായ ആഗ്രഹമാണ്. വിശ്വാസത്തിൽ വളർന്നേ പറ്റത്തുള്ളൂ. കർത്താവ്, കാര്യം വിശ്വാസം കൊണ്ടാണല്ലോ നീതിമാൻ ജീവിക്കണത്, ഇല്ലേ? ഇപ്പം ഹെബ്രായർ 11:1 എടുത്തേ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ, ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോഴേ ഇത് ഒരു 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങളാണ്. ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? ബൈബിൾ പിന്നെയും പറയും, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ തന്നെ നിങ്ങൾ കിടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കടന്ന് നമുക്ക് പക്വതയിലേക്ക് വളരാം, അല്ലേ? ഹെബ്രായർ 6:5 വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ. ഹെബ്രായർ 6:1 അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഇതാണ് ഞാൻ പറയണത് എപ്പോഴും. അതായത് വിശ്വാസം എന്ന് പറയണത് ഈ ക്രൊണോളജിക്കൽ ഗ്രോത്ത്. നമുക്ക് ശരീരം വളരുന്നു. നിനക്ക് 25 വയസ്സുണ്ട്, ഓക്കെ. പക്ഷേ നീ ആത്മീയതയിൽ തോറ്റ കക്ഷിയാണോ ജയിച്ച കക്ഷിയാണോ എന്ന് അറിയണമെങ്കിൽ 25 വയസ്സിൻ്റെ ഫെയ്ത്ത് ലെവൽ ഉണ്ടാകണം. 25 വയസ്സിൻ്റെ ഫെയ്ത്ത് ലെവൽ ഉണ്ടാകണം. ചില ആൾക്കാർക്ക് ഇത് എടുത്താൽ പൊങ്ങാത്തതിൻ്റെ കാരണം ഇവരുടെ ഫെയ്ത്ത് ലെവൽ താഴെയാണ്. അവരുടെ പ്രായത്തിനൊത്ത വിശ്വാസമില്ല. ചിലപ്പോൾ വയസ്സ് 70 ഉണ്ടാകും, വിശ്വാസം ചിലപ്പോൾ 7 വയസ്സുകാരൻ്റെതായിരിക്കും. കാര്യം ഇതിന് മെയിൻ്റെനൻസ് ആവശ്യമായൊരു വിഷയമാണ്.
അതുകൊണ്ട് 10:17 റോമ 10:17 ആകയാൽ വിശ്വാസം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ ഈ ക്രിസ്തുവിന് വിശ്വാസം വളരണമെങ്കിൽ നമുക്ക് പല വിശ്വാസം ഉണ്ടാവും അല്ലേ. അമേരിക്കയും ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ചിലർ വിശ്വസിക്കണത് ഇറാൻ ജയിക്കുമെന്ന്, ചില ആൾക്കാർ വിശ്വസിക്കണത് ഇസ്രയേൽ ജയിക്കുമെന്ന്. അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പല പല വിശ്വാസം ഉണ്ടാവും. പക്ഷെ ദൈവികമായ ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് വരണത്. ക്രിസ്തുവിന് നിനക്കുള്ള അറിവാണ് നിൻ്റെ അനുഭവങ്ങളുടെ അനുപാതത്തെ നിശ്ചയിക്കണത്. ക്രിസ്തുവിന് നിനക്കുള്ള അറിവ് ആണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ നിയോഗങ്ങളൊക്കെ ഇതില്ലേ, അപ്പോൾ ഇന്ന് പുതുക്കുമ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണത്, ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിന് വേണമെന്ന് പറയണത്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7 7ഒന്നുമല്ല, 10, 70, 70,000 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളതിനൊരു ഒരു കാറ്റഗറിക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 7 പറയണത്. 7 പറഞ്ഞാൽ എല്ലാം ബൈബിൾ പഠിക്കണത്. 7 ദിവസം ദൈവം സൃഷ്ടിച്ചത്, ഉദാശകൾ 7. അങ്ങനെ എന്താ കാര്യത്തിൽ 7 ഒരു പൂർണ്ണമായ നമ്പർ ആയതുകൊണ്ടും ബിബ്ലിക്കൽ റെവലേഷൻ്റെ ഭാഗമായതുകൊണ്ടുമാണ്. അപ്പോൾ ഈ വിശ്വാസം, ഇപ്പോൾ 7 ദാനങ്ങളെന്ന് പറയുമ്പോൾ 70 ദാനങ്ങളും 700, 7000 ദാനങ്ങളുണ്ട്. അത് നമ്മൾ വളരുന്നതനുസരിച്ച്, പക്ഷേ ബേസിക്കായിട്ട് ഈ ദാനങ്ങളുടെ വേഷപ്പകർച്ചകളോ അല്ലെങ്കിൽ വളർച്ചാരൂപങ്ങളോ ഒക്കെ ആയിരിക്കും മറ്റു ദാനങ്ങളെന്ന് പറയണത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിലെ ഇപ്പം നിങ്ങളെ ഒരു സബ്ജക്റ്റ്, നിങ്ങളിപ്പോൾ ഉടമ്പടി ചെയ്യുന്ന നമ്മളെല്ലാവരും ഭൗതികമായ വിഷയങ്ങളാണ് വെച്ചിരിക്കുന്നത്. ചിലർ വസ്തു വിൽക്കാൻ വയ്ക്കും അല്ലേ, ചില ആൾക്കാർ കല്യാണം കഴിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യും, ചിലർ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യും, ചിലർ കേസ് മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്യും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇത് വെള്ളം പോലെ ഇരിക്കും സംഭവം. വിഷയങ്ങളെല്ലാം വെള്ളം പോലെയാണ്. വള്ളം ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം അല്ലേ. വള്ളം ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. വിശ്വാസം വളരണമെങ്കിൽ വിഷയങ്ങൾ വേണം. അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? വിശ്വാസം വളരണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ വേണം, ജീവിത വിഷയങ്ങൾ വേണം. ഒരു വിഷയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം വളർത്തിയെടുക്കാൻ, ഇപ്പം നമ്മൾ കളർ എന്ന് പറയണത് നിറം. വാട്ട് ഈസ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നീല പച്ച എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരല്ലേ. വാട്ട് ഈസ് കളർ? ഇന്നും നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ അത് ഫിസിക്സിൻ്റെ സബ്ജക്റ്റാണോ കെമിസ്ട്രിയുടെ സബ്ജക്റ്റാണോ? രണ്ടും അതിൻ്റെ അകത്തുണ്ട്. കെമിസ്ട്രിയുടെ കണ്ടൻറ്റും ഉണ്ട്, ഫിസിക്സിൻ്റെ കണ്ടൻറ്റും കളറിലുണ്ട്. പക്ഷേ കളർ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. കളറ് പച്ചയെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഇൻറ്റൻസിറ്റി, നമ്മളെ ഒരു കണ്ണ് ഒരു വസ്തുവിനെ സംവേദനമാക്കുമ്പോഴുണ്ടാകുന്ന ഡിസ്റ്റൻസ് അനുസരിച്ചുള്ള ഇൻറ്റൻസിറ്റിയിലുണ്ടാകുന്ന അനുഭവ തലങ്ങളെയാണ് കളർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ബൈബിൾ ബ്രൗൺ കളർ എന്നല്ല പറയണത്. ബൈബിൾ ബ്രൗൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ബ്രൗൺ പോലെ മനസ്സിലാകുന്നു. മനസ്സിലായില്ലേ? ബ്രൗൺ പോലെ മനസ്സിലാകും. ഇതുപോലെയാണ് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസം പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് വിഷയബന്ധിയാണ്. ഒരു വിഷയം എന്താണ്? ഒരു വിഷയം, നമ്മൾ പരീക്ഷ അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ മക്കളില്ല ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസം കാണപ്പെടാത്തതുണ്ട് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ വായിച്ചില്ലേ? ഹെബ്രായർ എന്താ പറഞ്ഞത്? ഹെബ്രായർ 11:1 എന്താ പറഞ്ഞത്? വിശ്വാസം പറഞ്ഞ് വിശ്വാസം കാണപ്പെടാത്തത് ഉണ്ട്. പിന്നെ എന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പം കാണപ്പെടാത്ത സാധനത്തിനെ കാണപ്പെടുന്ന പരുവത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പവറാണ് ഈ വിശ്വാസം എന്ന് പറയണത്. കാണപ്പെടുന്നില്ല, ആ സംഭവമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷിയുടെ പറഞ്ഞത് ഒരു കുഞ്ഞിനെ, അത് 14 വയസ്സായി, 14 വയസ്സായിട്ടും ഗർഭപാത്രമില്ല.
അപ്പം അമ്മയ്ക്ക് ഭയങ്കര കരച്ചിൽ. കാര്യം എന്താ, ഗർഭപാത്രം ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ, ഇങ്ങനെ നമുക്ക് സങ്കീർണങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ ജീവിത അനുഭവ തലങ്ങൾ നിൽക്കുമ്പോൾ വിശ്വാസമാണ് നമുക്ക് ആശ്വാസം നൽകണത്. എന്താണ് വിശ്വാസം? നമ്മൾ എന്ത് പറയും? കാണപ്പെടാത്തത് ഉണ്ട്, ഉണ്ട്. പിന്നെന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കും. വിശ്വാസത്തിൻ്റെ റോൾ എന്താ? വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫെയ്ത്ത്? അത് കാണപ്പെടാത്തത് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. ഈ കുറച്ച പോയിന്റ്, നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ദേർ. അതാണ് നമ്മൾ പറയണത്, കർത്താവിൻ്റെ കൈകളിലെന്നാണ് നമ്മൾ പറയണത്. കാണപ്പെടാത്തത് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം നമ്മുടെ കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ പറയും, എന്ത് പറയും? കർത്താവിൻ്റെ കൈകളിൽ ഉണ്ട് എന്ന് പറയും. കാണപ്പെടാത്തത് ഉണ്ട് എന്ന് വെച്ചാൽ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിലുണ്ടെന്നാണ്. അതാർക്ക് കിട്ടും? പ്രത്യാശിക്കുന്നവർക്ക് ലഭിക്കും. പ്രത്യാശിക്കുന്നവർക്ക്. ഈ ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യണത് ഈ പ്രത്യാശയാണ്. നമ്മൾ ഉടമ്പടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ, നമ്മളെ പ്രത്യാശയെയും വിശ്വാസത്തെയും മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എഫിഷ്യൻസിയാണ് ഉടമ്പടി കാഴ്ചവെക്കുന്നത്. അത് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ബുദ്ധിയുള്ളവരും കുറച്ചുകൂടി വിദ്യാഭ്യാസം കൂടുതലുള്ളവരും അച്ഛൻ ആദ്യം പറഞ്ഞ ഫോളോ ചെയ്യണം. രണ്ടാമത് പറയണത് അതിൽ താഴെ ഗ്രാസ്പിംഗ് പവർ ഉള്ളവർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, നമ്മുടെ കയ്യിലില്ല, പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ അത് ഉണ്ട്, അല്ലേ? ഇനി എന്ത് ചെയ്യണം? വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. ഈ പ്രത്യാശ ആരിലാണ്? ദൈവത്തിലാണ് പ്രത്യാശിക്കുന്നത്. ഈ പ്രത്യാശയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? നമ്മുടെ പ്രത്യാശയുടെ പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിശ്വാസം. പിന്നെന്താണ് വിശ്വാസം? അതാണ് ഈ പ്രാർത്ഥന. ഞാൻ ചില പ്രാർത്ഥനക്കാരെ ഞാൻ ശരിക്കും വഴക്കിടും. എന്താ കാര്യം? അവർ 60 വർഷമായാലും പ്രാർത്ഥന തന്നെയാണ് ഇൻസ്ട്രുമെൻ്റായിട്ട് കൊണ്ടു നടക്കുന്നത്. 60 വർഷമായാലും അവർക്ക് പ്രാർത്ഥന, അവർക്കതേ അറിയാൻ പാടുള്ളൂ. പക്ഷെ ഒരു മേജർ സബ്ജക്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പ്രാർത്ഥന ചിലപ്പോൾ പരാജയമായിരിക്കും. എന്താ കാര്യം? പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യണത് വിശ്വാസത്തിലാണ്. അത് ദൈവിക പുണ്യത്തിൻ്റെ ആദ്യ ഭാഗമേ ആകുന്നുള്ളൂ. രണ്ടാം ഭാഗം എന്താണ്? പ്രത്യാശയാണ്. മൂന്നാം ഭാഗം എന്താണ്? സ്നേഹമാണ്. മനസ്സിലായില്ലേ? ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം, അതായത് ചില വിശ്വാസം ചില വിഷയങ്ങൾ പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ഈ കൊണ്ട് ഒരു 10 ജപമാല ചൊല്ലിയാൽ പ്രവർത്തനക്ഷമമാകും, പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ചിലത് അതിനേക്കാൾ മേജറാണത് പ്രാർത്ഥന കൊണ്ട് നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? പിശാചിനെ പുറത്താക്കുന്ന കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പിശാചിനെ പുറത്താക്കാൻ കഴിയാതിരുന്നതെന്ന് പറയുമ്പോൾ അതൊന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. കർത്താവ് താപോലിൽ നിന്ന് ഇറങ്ങുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് ഇത്തിരി പാടുള്ള പരിപാടിയാണ്. എന്നാലും അറിയണം, ഉടമ്പടിയിലൊക്കെ ഇങ്ങനെ 10 100 ധ്യാനം കൂടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ധ്യാനം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിന് ബാലപാഠങ്ങളിൽ കിടക്കും. ഉടമ്പടിയുടെ പുതുക്കൽ കൂടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഗ്രേഡ് വർദ്ധിക്കണം, കപ്പാസിറ്റി വർദ്ധിക്കണം. എൻ്റെ പേര് സുനി ജോസഫ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി സെൻറ്റ് ജോസഫ് ഇടവാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 24/9/2023 പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈശോയെ മഹത്വപ്പെടുത്താനാണ് ഞാനിവിടെ ഈ പുണ്യഭൂമിയിൽ എത്തിയിരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ പറയാം, എന്നെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. എനിക്ക് വാദം എന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. 15 വർഷത്തോളം ഞാൻ ആ രോഗത്തിൻ്റെ അടിമയായിരുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് ചുരുക്കം പറഞ്ഞാൽ പാത്രം പോലും കഴുകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എൻ്റെ മക്കളാണ് ഇതെൻ്റെ ഭർത്താവ് ജോസഫ്.
ഭർത്താവും മക്കളും കൂടിയാണ് എന്നെ സഹായിച്ചിരുന്നത്. നമ്മുടെ വിരലുകൾ വാമവാദം എന്ന് പറയാൻ പറ്റില്ല, സന്ധിവാദം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു തരം വാദം, എന്ത് വാദം എന്ന് ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റാത്തൊരു വാദമായിരുന്നു. എനിക്ക് എണീറ്റ് നടക്കാൻ പോലും ചില നേരത്ത് പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ വേദനകൾ സഹിച്ച് ഞാൻ ജീവിച്ചു. 15 കൊല്ലത്തോളം ഞാൻ സഹിച്ചു. മരുന്നുകൾ പലതും ഞാൻ കഴിച്ചു. ഒന്നിലും എനിക്കൊരു മാറ്റം ഉണ്ടായില്ല. ഞാൻ ലാസ്റ്റ് എൻ്റെ അവസാനത്തെ അത്താണി എന്ന് പറയുന്നോണം ഞാൻ ഓടിയെത്തിയത് ഉടമ്പടി കൃപാസനത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്നു ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ആദ്യത്തെ പുതുക്കലോട് കൂടി തന്നെ എൻ്റെ വേദനകൾക്കൊക്കെ മാറ്റം വന്നു. മരുന്നുകളൊക്കെ ഞാൻ കുറച്ചു. മരുന്നുകൾ കഴിച്ചാൽ എനിക്ക് ലിവറിന് കംപ്ലൈൻറ്റ് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ ഗുളികൾ സ്ഥിരം അഡിക്റ്റായി കഴിഞ്ഞാൽ ലിവർ സിറോസിസ് വരും, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അത് പേടിച്ചുകൊണ്ട് അത് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആവും അങ്ങനെ പറഞ്ഞ് പേടിച്ചതുകൊണ്ട് ഞാൻ ഗുളികളൊക്കെ കുറേശ്ശെ നിർത്താൻ തുടങ്ങി. പിന്നെ മാതാവിൻ്റെ ഉപ്പ്, തേന്, വിശുദ്ധ തൈലം മാത്രം ഉപയോഗിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ കുടുംബത്തിലെ സർവത്ര പണികളും ഞാൻ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ആരോഗ്യം എനിക്ക് വീണ്ടും തന്നു. 90% എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി. ഇപ്പോൾ 10% എൻ്റെ രോഗം എനിക്ക് മാറി കിട്ടിയില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് നൽകി. ആ 10% മാറാതിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് അതിൽ കൂടെ തന്നതാണ്. എൻ്റെ രോഗം വഴിയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ ജോലിക്ക് പോയപ്പോൾ അവൻ വീട്ടിലില്ല. ചേട്ടൻ ഡ്രൈവറാണ്. ചേട്ടൻ രാത്രി വണ്ടിയെ പോയി വീട്ടിലില്ല. മോള് ഹോസ്റ്റലിൽ പഠിക്കാൻ പോയി. 2 വർഷക്കാലം ഞാൻ തന്നെയാണ് വീട്ടിൽ നിന്നത്. അപ്പോൾ ആരുമില്ല കുരിശ് വരയ്ക്കാനും പ്രാർത്ഥിക്കാനും, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മടിയാണ് കുരിശ് വരയ്ക്കാൻ. തന്നെയല്ലേ എങ്ങനെയാണ് കുരിശ് വരയ്ക്കാൻ? 5 രഹസ്യം ചൊല്ലണം, ലുത്തിന് ചൊല്ലണം, തൊണ്ടടഞ്ഞു പോകും എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഉടായ്പ് കാണിക്കും. നമ്മുടെ ജോസഫച്ചൻ പറഞ്ഞതുപോലെ ഉടായ്പ് കാണിച്ച് ഒരു രഹസ്യം ചൊല്ലി, ലുത്തിന് ചൊല്ലി, കുരിശ് വരച്ച് ഞാൻ അവസാനിപ്പിച്ച് ഞാൻ പോയി കിടക്കും. എനിക്ക് അന്നും ഇന്നും ഒരു കൂട്ടുള്ളതാണ് എൻ്റെ മാതാവിൻ്റെ കൊന്ത ജപമാല. അത് പിടിച്ചുകൊണ്ട് ഞാൻ രാത്രി കിടന്നുറങ്ങും. അതിൽ നിന്ന് എനിക്ക് എൻ്റെ മാതാവ് ഈശോയിലൂടെ കുരിശ് വരയ്ക്കാൻ എന്നെ പഠിപ്പിച്ചു, പ്രാർത്ഥന ചൊല്ലാൻ എന്നെ പഠിപ്പിച്ചു, വിശുദ്ധ കുർബാന വിശ്വാസത്തോടു കൂടി കാണുവാൻ എന്നെ പഠിപ്പിച്ചു. ശരിക്കും പരിശുദ്ധ അമ്മ എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. തിരുഹൃദയം എന്ന രൂപം എൻ്റെ വീട്ടിലുണ്ടെങ്കിലും ഞാൻ അതുമ്പേക്ക് നോക്കാറില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ് സത്യത്തിൽ. 47 വയസ്സായി എനിക്ക്. ഈ 47 വയസ്സിൻ്റെ ഉള്ളിൽ ഈ 46ാമത്തെ വയസ്സിലാണ് ഞാൻ ഈശോയെ തിരിച്ചറിഞ്ഞത്. ഈ മാതാവിൻ്റെ തിരുഹൃദയം എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മയാണ് ചൂണ്ടി കാണിച്ചു തന്നത്. പരിശുദ്ധ അമ്മേനെ നോക്കിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നുള്ളൂ. ചെറുപ്പം മുതൽ പരിശുദ്ധ അമ്മയോടാണ് എനിക്ക് സ്നേഹം. ഈശോയെ ഞാൻ നോക്കാറില്ല. തിരുഹൃദയത്തിൻ്റെ രൂപം എൻ്റെ വീട്ടിലുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനൊരു ദിവസം കുർബാനയ്ക്ക് പോയപ്പോൾ, ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ വിശുദ്ധ കുർബാന ഞാൻ ആത്മാർത്ഥമായി കാണാൻ എന്നെ മാതാവ് എനിക്ക് കൃപ തന്നായിരുന്നു ഈശോയിലൂടെ. ആ കുർബാന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന ബലിയർപ്പിക്കുന്ന സമയം, വിശുദ്ധ കുർബാന മുറിയപ്പെടുന്ന ഒരു സമയമുണ്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ. ആ സമയത്ത് ഞാൻ ഈശോയുടെ കുരിശുമേലേക്ക് നോക്കി. ഞാൻ ഈശോയുടെ എല്ലാ പള്ളികളിലും ഉണ്ടല്ലോ ഈ കുരിശുമ കിടക്കുന്ന ഈ രൂപം. അന്ന് തൊട്ട് ഞാനാണ് വിശുദ്ധ കുരിശുമേക്ക് നോക്കിയിട്ട് കുർബാന ബലിയർപ്പിക്കാറ്. ആ ബലിയർപ്പിക്കുമ്പോൾ ഞാൻ ആ ഈശോയുടെ തിരുശരീരം മുറിക്കുന്ന നേരത്ത് ഞാൻ ഈശോയെ ശരിക്കും ഞാൻ ആ കുരിശുമേൽ കണ്ടുപോയി. ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് ആ കുർബാനയിൽ അവിടെ നിന്നതെന്ന് എനിക്കറിയില്ല. ഈശോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ആ കുരിശുമേൽ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണപ്പെട്ടത്. ആ നേരത്തെ എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ കരയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കുർബാന അർപ്പിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും ജീവനുള്ള ഈശോയെ കുരിശുമ ഞാൻ കണ്ടു. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈശോ ശരിക്കും വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുള്ള ബോധ്യം എനിക്ക് വന്നത്. ഞാനൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ കുർബാനയൊന്നും അല്ല, നമ്മുടെ മനസ്സ് പല വിചാരങ്ങളാണ്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് എല്ലാം നമുക്ക് വിചാരങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അന്നു മുതൽ ഞാൻ ഇന്ന് വരെ വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ ആ കുരിശുമ നോക്കി നിന്നുകൊണ്ട് മാത്രം ഞാൻ ബലിയർപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ഈശോയോട് ഞാൻ പറയാൻ തുടങ്ങി. ഈശോയോടുള്ള സ്നേഹം മാതാവായിട്ട് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ
എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എൻ്റെ മൈഗ്രെയിൻ തലവേദന 20 വർഷമായിട്ടുള്ള എൻ്റെ മൈഗ്രെയിൻ തലവേദന. ഈ മൈഗ്രെയിൻ തലവേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് വെളിച്ചം കാണാൻ പാടില്ല, മക്കൾ സംസാരിക്കുന്നതോ ചേട്ടൻ സംസാരിക്കുന്നതോ കാണാൻ പാടില്ല, വെയിൽ കൊള്ളണതോ വെയിൽ കൊണ്ട ഭക്ഷണം കഴിക്കാതിരുന്നാലൊക്കെ വരും. എനിക്ക് അങ്ങനെ വെളിച്ചത്തിൽ ഇരിക്കാൻ പറ്റും, ടി വിയിൽ ശബ്ദം കേൾക്കാൻ പാടില്ല, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. ഛർദി വരും. പലപ്പോഴായിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് തൃശ്ശൂരൊക്കെ കൊണ്ടുപോയി എന്നെ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്, ഡോക്ടർമാരെ കണ്ട് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. ഗുളിക കഴിച്ചാലൊന്നും നിൽക്കില്ല. അതുപോലത്തെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മൈഗ്രെയിൻ തലവേദനയായിരുന്നു എനിക്ക്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത തൈലം, വിശുദ്ധ തൈലം പുരട്ടിയതിന് ശേഷം ആ മൈഗ്രെയിൻ തലവേദന എനിക്ക് മാറിക്കിട്ടി. അതുപോലെ തന്നെയായിരുന്നു അലർജി രോഗം. തുമ്മൽ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് തുമ്മൽ, മൂക്കിൽ നിന്നൊഴുക്ക, കണ്ണുകടി, അങ്ങനെ ആകെ അസ്വസ്ഥതകളായിരുന്നു. നമുക്ക് തീ കത്തിച്ച അടുപ്പിൽ രാവിലെ എണീറ്റ് തീ കത്തിച്ച് പിള്ളേർക്ക് മരുന്ന് വിടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു. പരിശുദ്ധ അമ്മ ആ രോഗവും എനിക്ക് എന്നിൽ നിന്ന് മാറ്റിത്തന്നു. അതുപോലെ തന്നെ ഇതെൻ്റെ ചേട്ടൻ ഭർത്താവാണ് ജോസഫ്. ചേട്ടൻ ഒരു ദിവസം എന്നെക്കുറിച്ച് പറഞ്ഞത്, ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന, എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാണ് ഞാൻ. അതുപോലെ തന്നെ ചേട്ടൻ ഒരു ദിവസം പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ചേട്ടൻ്റെ ചെരുപ്പ് തെറ്റി താഴെ വീണു, കൈ കുത്തി വീണു. അപ്പോൾ ചേട്ടൻ്റെ ഷോൾഡർ തെന്നി ഇറങ്ങിപ്പോന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഓടി ജില്ലയിലേക്ക് പോയി, തൃശ്ശൂർ ജില്ലയിൽ പോയി. അവിടെ നിന്ന് പറ്റില്ലെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ വലിച്ചിട്ട് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കൈ ബെൽറ്റ് ഇട്ട് തന്നു വിട്ടു. ബെൽറ്റ് ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ചേട്ടൻ മരിച്ചു. അപ്പോൾ ആ ബെൽറ്റ് കൂരി വെച്ച് അതിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ പിന്നെ ബെൽറ്റ് ഇട്ടില്ല. പിറ്റേ ദിവസം ജോലിക്ക് പോയി തുടങ്ങി. ആളിപ്പോൾ പോകുന്നത് വേറെ വണ്ടിയിലാണ്, പച്ചക്കറി വണ്ടിയല്ല. അതുകൊണ്ട് ആ വണ്ടിയിൽ പണിയെടുക്കണം, ഭാരമുള്ള പണിയായിരുന്നു. ആൾക്ക് ആ കൈ അനക്കാൻ പറ്റാതായി. പിന്നെ ഈ വലത്തെ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതായി. ഇടത്ത കൈ കൊണ്ടാണ് ആളെല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ആ ഡോക്ടർമാരെ കണ്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ഇവിടുത്തെ എല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് തീർന്നു പോയി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പിന്നെ പോയില്ല. പിന്നെ ആയുർവേദം കാണിച്ച് നോക്കി. ആയുർവേദം കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് 15,000 രൂപയോളം ഉഴിച്ചിൽ, തെറാപ്പി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്ന പറഞ്ഞ്. അത് കേട്ടപ്പോഴും ഞങ്ങൾ പോയില്ല. ചേട്ടന് മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല, അത് ഇഷ്ടമല്ല ചേട്ടന്. ചേട്ടൻ്റെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കുരിശ് വരയ്ക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല, പള്ളിയിൽ പോകേണ്ട കാര്യത്തിൽ മടിയാണ് ചേട്ടന്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ചീത്ത പറയും, കളിയാക്കും. മാതാവിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, എങ്കിലും എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പല രീതിയിലും ആൾ വേദനിപ്പിക്കാറുണ്ട് എന്നെ. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഞാനപ്പോൾ ചേട്ടന് ഇത് പറ്റിയപ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടനെ ദൈവം വിശദീകരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ ഞാൻ ചേട്ടനോട് ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, ചേട്ടൻ വായോ. ചേട്ടൻ നമ്മൾ കുരിശ് വരയ്ക്കാൻ മെഴുകുതിരി കത്തിച്ച് മുട്ട് കുത്തി കഴിഞ്ഞാൽ ചേട്ടൻ പീടിയും കത്തിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുന്ന ടീമാണ് ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ വായോ, കുരിശ് വരയ്ക്കാനിരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറയുക, പരിശുദ്ധ അമ്മയോട് നമുക്ക് പറഞ്ഞാൽ ഈശോയിൽ നിന്ന് വാങ്ങിത്തരും. ചേട്ടൻ്റെ കൈ പൊക്കാൻ പറ്റും. ചേട്ടൻ്റെ കൈ കക്ഷം പൊക്കി ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ വലത്തെ കൈ കൊണ്ട്. അങ്ങനെ ചേട്ടൻ കുരിശ് വരയ്ക്കാൻ വന്ന് മുട്ടുകുത്തി നിൽക്കാൻ, പ്രാർത്ഥിക്കാൻ തുടങ്ങി, രഹസ്യങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഞായറാഴ്ച ദിവസങ്ങളിൽ ദിവ്യബലിക്ക് പോകാൻ തുടങ്ങി. അവൾ രാവിലെ പോയാൽ ആൾ തൃശ്ശൂർ മ്യൂസിയത്തിലാണ്, ഇല കൊടുക്കുന്ന വണ്ടിയിലാണ് പണിയണം. അപ്പോൾ ആൾക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകണം. അപ്പോൾ ഞായറാഴ്ച അവധി ഒഴിവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞങ്ങളുടെ അടുത്തുള്ള ഇടവകയിൽ വിശുദ്ധ കുർബാനയുണ്ട് 6 മണി തൊട്ട് 7 മണി വരെ. ഞാൻ പറയും, വന്ന് കുളിച്ച് ഡ്രസ്സ് മാറി കുർബാനയ്ക്ക് ഞാൻ പറഞ്ഞു വിടാം. ആൾ പോകും. കുർബാനയ്ക്ക് മുടക്കമില്ലാതെ എല്ലാ ഞായറാഴ്ചകളും പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുമ്പസാരിക്കാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് ദൈവം തന്ന ഒത്തിരി അനുഗ്രഹമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതുവഴി ഇപ്പോൾ 6 മാസം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം സ്ഥിരം രാവിലെയും ഞാൻ ചേട്ടൻ കുളിച്ച് ജോലിക്ക് പോകുമ്പോൾ കയ്യുമ്മയും നെറ്റിയുമ്മയും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കൊടുത്തു വിടും. കുരിശ് വര കഴിയുമ്പോഴും ഞാൻ ചേട്ടൻ്റെ കയ്യുമ്മയും നെറ്റിയുമ്മയും കുരിശ് വരച്ച് ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് ഉപ്പും ഞാൻ കൊടുക്കുമായിരുന്നു ചേട്ടന്. ഇപ്പോൾ ചേട്ടൻ്റെ കൈ ഫുള്ളായിട്ട് വലത്തെ കൈ മുകളിലേക്ക് പൊക്കി ചേട്ടന് ഈശോയുടെ രൂപം തൊടാൻ പറ്റും. ആദ്യം രൂപം ഇരിക്കുന്നിടത്ത്, നമ്മുടെ തിരുസ്വരൂപം ഇരിക്കുന്നിടത്ത് ഈശോയുടെ രൂപം നമ്മൾ വീടുകളിൽ വെക്കുമല്ലോ, അവിടെ തൊട്ടുമുത്താൻ ചേട്ടന് പറ്റില്ലായിരുന്നു. ഇപ്പം എൻ്റെ ചേട്ടൻ്റെ കൈ പൊക്കി. എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു എൻ്റെ ചേട്ടൻ്റെ കൈ പൊന്താതെ വന്നപ്പോൾ. വലത്തെ കൈയുടെ ബലം കൂടി ചേട്ടൻ ഇടത്ത കൈക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഇടത്ത കൈ ശോഷിച്ചു പോണ പോലത്തെ അവസ്ഥയായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു രാവിലെ, അമ്മയുടെ പേര് മേരി എന്നാണ്, എൻ്റെ പേരും മേരി എന്നാണ്, ചേട്ടൻ്റെ പേര് ജോസഫ് എന്നാണ്, ഔസപിതാവിൻ്റെ പേര് ജോസഫ് എന്നാണ്. ഔസപിതാവിന് ഒരു ദിവസം
ആശാരി പണിക്ക് പോകാൻ പറ്റാതെ വന്നാൽ മാതാവിന് സങ്കടം ഉണ്ടാവില്ലേ? അതുപോലല്ലേ എനിക്കും എൻ്റെ മക്കളും എൻ്റെ മോളുടെ കല്യാണം ആവാറായുള്ള കാര്യങ്ങൾ ഓടിക്കണം, മോന് ജോലിയായി വന്നിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ പോയാലേ കുടുംബത്തെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊരവസ്ഥയാണ്. എനിക്കും പറ്റാവുന്ന രീതിയിൽ ഞാൻ പോകും, എന്നാലും ചേട്ടൻ പോയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ചേട്ടന് കൈ പൊക്കാൻ പറ്റിയാൽ ഞാൻ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ചേട്ടനെ കൊണ്ട് നിർത്തിക്കൊണ്ട് അവിടെ സാക്ഷ്യം പറയിക്കുമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ഞാൻ വരാടി, ഞാൻ വരാം, നിൻ്റെ കൂടെ ഞാൻ വരാം. ഞാൻ പറഞ്ഞില്ല ഞാൻ നിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, വന്ന് എൻ്റെ കൂടെ നിന്ന് മാതാവിനെ മഹത്വപ്പെടുത്തിയാൽ മതി, ഈശോനെ മഹത്വപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി ഞാൻ എൻ്റെ അമ്മ അപ്പുറത്തെ വീട്ടിൽ തറവാട്ടിലാണ്, അമ്മ തീരെ വയ്യാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അമ്മേരെ അടുത്ത് പോയി ഞാൻ അമ്മേനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞാൻ കയറി വരുമ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിട്ട് ഞാൻ എൻ്റെ മനസ്സാകെ നിറഞ്ഞു പോയി. ചേട്ടൻ പറയണം, നിനക്കൊരു അത്ഭുതം കാണണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ്റെ വലത്ത് കൈ പൊക്കി എന്നോട് പറയാൻ, നോക്കടി നീ എൻ്റെ വലത്ത് കൈ ഫുള്ളായിട്ട് പൊക്കാൻ എനിക്ക് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മുടെ ഈശോയുടെ രൂപം ഒന്ന് തൊട്ട് കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സുകൊണ്ട് ഇതാവാൻ പറ്റുന്നില്ല. അപ്പം ചേട്ടൻ ഫുള്ളായിട്ട് ഈശോയുടെ തിരുസ്വരൂപം തൊട്ട് മോള് കൈ പൊക്കി ആൾ തൊട്ട് മുത്തി പ്രാർത്ഥിച്ചു. ഞാൻ അപ്പം തന്നെ ഈശോയുടെ മുട്ടുകുത്തി ഈശോയെയും മാതാവിനെ ഞാൻ മഹത്വപ്പെടുത്തി. ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടായിരുന്നു, ഒരു ചേട്ടൻ്റെ രണ്ട് കൈയും തളർന്നു പോയാൽ എനിക്കത് കാണാൻ പറ്റില്ല എന്നൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ അതെനിക്ക് നടത്തി തന്നു. ഇതിലും വലിയ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോന് ജോലിയുടെ കാര്യമൊക്കെ അത് മോൻ വരാത്തത് കൊണ്ട് എനിക്കിവിടെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ സുവിശേഷം വായിക്കാൻ എല്ലാ ദിവസവും സുവിശേഷം വായിക്കും. സുവിശേഷം വായിച്ച് മുഴുവനാവാറായി. അതുപോലെ തന്നെ ഞാൻ സുവിശേഷം എഴുതുന്നുണ്ട്. മത്തായി തൊട്ട് യോഹന്നാൻ്റെ 17 അധ്യായം വരെ എത്തി. ഈ ഡിസംബറിന് മുന്നേ എഴുതി അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത്, ഇവിടെ വന്ന് പത്രം വാങ്ങും. ഞാൻ 3 മാസം കൂടുമ്പോൾ ഞാൻ വരും, അല്ലെങ്കിൽ ഇവിടെ വരുന്നവരുടെ കൂടെ ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ എല്ലായിടത്തും പോയി വിതരണം ചെയ്യും. ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളൊന്നുമില്ല, ഞാൻ എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു, മാതാവിനെ പറ്റി പറഞ്ഞ് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഞാൻ ആശ്രമങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞങ്ങൾക്ക് ചേരുംകുഴി ഭാഗത്തൊരു കൃപാസന മക്കൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് വഴി ഞങ്ങളെല്ലാം 30-35 പേരോളം ചേർന്ന് ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. ഒരാളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ 35 പേരെ കൊണ്ട് ചെയ്യും. ഒരുവിധം ആശ്രമങ്ങളിൽ ഞങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് കയറി ചെന്ന് എന്താ വേണ്ടതെന്ന് വെച്ച് ചോദിച്ച് വാങ്ങിച്ച് ഞങ്ങൾ കൊടുക്കും. പൈസയാണെങ്കിൽ പൈസ കൊടുക്കും. അതുപോലെ തന്നെ വീടുകളിലേക്ക് ഞങ്ങൾ ചെല്ലി രോഗികളെ കാണും, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന, ഈശോ തന്ന അനുഗ്രഹങ്ങൾ. ഇത്രയും കാര്യങ്ങളുടെ പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പൊതിച്ചോറ് കെട്ടി, എത്ര വയ്യേലും നമുക്ക് പൊതിച്ചോറ് കെട്ടി കൊണ്ടുപോകുന്ന ദിവസമായിരിക്കും എനിക്ക് തളർച്ച ക്ഷീണമൊക്കെ തോന്നുക. പക്ഷെ അതൊക്കെ ഞാൻ വിട്ട് ഈശോയ്ക്ക് കൊടുത്തിട്ട് ഞാൻ പറയും, ഈശോയ്ക്കാണ് ഞാൻ ഈ ചോറ് കൊണ്ടുവന്ന് തരണത്. പരിശുദ്ധ അമ്മയുടെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് പൊതിഞ്ഞ് കെട്ടണത്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അമ്മ തന്നെ എല്ലാം പാകം ചെയ്ത്, അമ്മ തന്നെ പാക്ക് ചെയ്ത്, അമ്മ തന്നെ എൻ്റെ കൂടെ വരണം, അത് കൊണ്ടു കൊടുക്കണം. ഈശോയ്ക്ക് ഞാനത് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ എൻ്റെ കൈകൾ കൊണ്ട് കൊടുക്കാനുള്ള ബലം തരണം. ചിലപ്പോൾ അന്ന് എനിക്ക് തലയൊക്കെ കറങ്ങും ബസ് കയറുമ്പോൾ, പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. അതുകൊണ്ട് പൊതിച്ചോറ് കൊണ്ട് ഞാൻ തൃശ്ശൂർ പോകും. അവിടെ ബസ് സ്റ്റാൻഡിൽ കാണുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കും, എന്നെ കൊണ്ടാവുന്ന സഹായം. പണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ രോഗം കാരണം എന്നെ മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ, മറ്റുള്ളവരൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. സത്യത്തിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെയല്ല. എൻ്റെ വിഷമം എനിക്കൊന്നുമല്ലെന്ന് ഇപ്പം എനിക്ക് തോന്നി തുടങ്ങി. ഓരോ ആശ്രമങ്ങളിൽ ഓരോ രോഗികളുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്ന രോഗികളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മാതാവും ഈശോയും എന്നെ പഠിപ്പിച്ചത് ഞാനൊന്നുമല്ല. സത്യത്തിൽ മറ്റുള്ളവരുടെ രോഗം കാണുമ്പോൾ ഞാൻ ഏറ്റവും ഭാഗ്യം ചെയ്തവളാണ് ഈ ഭൂമിയിൽ. ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കാലും കൈയില്ലാത്തവർ, എന്താ പറയുക, തളർന്ന് കിടക്കുന്ന, ഒന്നിനും കഴിവില്ലാത്ത, എന്താ പറയുക, അത്രയും അവസ്ഥയിൽ കിടക്കുന്ന ഓരോരുത്തരെ കാണുമ്പോൾ ദൈവം നമുക്ക് തന്ന സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ ഈശോയോട് ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇനിയും ഞാൻ എൻ്റെ ജീവിതം വരെ ഉടമ്പടിയിലായിരിക്കും, എൻ്റെ കുടുംബവും ഉടമ്പടിയിലായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ മോളുടെ കല്യാണമാണ്. ഞാൻ മാതാവിനെയും ഈശോയെയും കൂട്ട് വിളിച്ചു കൊണ്ട് പോകാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതും കൂടി ഞാൻ പറയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് നൽകിയത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു.